ഡിയേഴ്സ്, ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിൽ കാണുന്നത്. ഫുള്ളി കട്ട് വർക്ക് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സെറ്റ് പാറ്റേൺ ആണ്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഷിനോൺ ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. വളരെ സ്മൂത്തും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്, വളരെ ഹെവി ആയിട്ട് ഇതുപോലെ അത് പാനൽ സ്റ്റൈലിലുള്ള വർക്കാണ്. നമ്മൾ ഇതിന് തന്നെ കോട്ടണിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഷിനോൺ ഫാബ്രിക് ആദ്യമായിട്ടാണ്. ആൻഡ് ഇത് ഈ സെൻറ്റർ പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ പാച്ച് വിത്ത് പോട്ട്ലി ബട്ടണും, ബാക്കി പോർഷൻ ഫുള്ളും ഇതുപോലെ നമ്മുടെ കോട്ടൺ ഹെക്കോബിയിൽ കാണുന്ന പോലത്തെ ഹെവി കട്ട് വർക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരും ഇതിൻ്റെ ടോപ്പ് വന്നിട്ട്, അതായത് സെൻറ്ററിൽ പാനൽ സ്റ്റൈലിൽ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് പാനൽ സ്റ്റൈലിലാണ് ആ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ചെറിയൊരു പാച്ച് വർക്ക് വിത്ത് പോട്ട്ലി ബട്ടൺ, ബാക്കി സൈഡ്സ് പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇതിൽ ഡാർക്ക് ഷെയ്ഡ്സ് അല്ല, പേസ്റ്റൽ കളർ ഷെയ്ഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഷിനോൺ ഫാബ്രിക് ആണ്. ബാക്ക് പാനൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും. ടോപ്പിന് നല്ല വിഡ്ത്തൊക്കെ ഉണ്ട്. സ്ലീവ്സിന് വേണ്ടി കുറച്ചും കൂടെ ബാക്ക് പാനൽ കുറച്ചും കൂടെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വരും. ഇങ്ങനെ വരും. അതായത് നിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആ സെൻറ്റർ പോർഷൻ ഫുള്ളും ഹെവി വർക്ക്, ബാക്കി സൈഡ്സ് പ്ലെയിൻ. ദുപ്പട്ട വരുമ്പം ഇതിൽ ഗഡ്വാൾ കോട്ടണിൽ ബോർഡർ എംബ്രോയിഡറി സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. സെൽഫ് ടോണിൽ തന്നെയാണ് ദുപ്പട്ടയിലെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോപ്പിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഒരു പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കാണ്. സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടു. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ വർക്ക് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് അത് എംബ്രോയിഡറി വിത്ത് ഫുള്ളി കട്ട് വർക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പാനൽ വർക്കാണ്, എപ്പോഴും ഫേവറേറ്റ് ആണ്. അതിൻ്റെ സൈഡ്സ് ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് വെച്ചിട്ടാണ് ആ പാനൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് പോട്ട്ലി ബട്ടൺ. ഇതുണ്ട് ഫാബ്രിക് അറിയാൻ വേണ്ടി ഇതുണ്ട്. ബാക്ക് പാനൽ വരുമ്പോൾ ഇതുണ്ട്. ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ്. ഷിനോൺ ഫാബ്രിക് എല്ലാവർക്കും അറിയായിരിക്കും. ഷിനോൺ ഫാബ്രിക് കുറച്ചും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഫ്ലോയിങ് സ്റ്റൈലിൽ കിടക്കുന്ന പോലത്തെ, ജോർജറ്റ് പോലെയല്ല. ഈ ഫാബ്രിക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. കുറച്ചുകൂടെ ഫ്ലോയിങ് പാറ്റേണിൽ ഇങ്ങനെ ബോഡി ഷേപ്പിൽ തന്നെ കിടക്കുന്ന നല്ല സ്റ്റിഫ് അല്ലാത്തൊരു ഫാബ്രിക്കാണ്. ഇതാണ് സെറ്റിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. സെയിം കളറിൽ വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം സാൻഡൂൺ ഫാബ്രിക് ആണ്. വിത്ത് ദുപ്പട്ടയിൽ ബോർഡർ എംബ്രോയിഡറിയും സ്കലപ്പ് ഫിനിഷ്ഡ് ഒക്കെയാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂവിഷ് ഗ്രീൻ എന്ന് പറയാം, എന്നാലും ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. ലൈറ്റ് പീസ്റ്റൽ ടോൺ വിത്ത് പാറ്റേൺസ് സെയിം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഷെയ്ഡ്സും വർക്കുമാണ്. ലൈറ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ഒത്തിരി ഓവർ വർക്കൊന്നും ഇഷ്ടമായവരെ സംബന്ധിച്ച് വളരെ ഇഷ്ടമാവുന്ന ടൈപ്പ് ഡിസൈനാണ്. അതും ഫുൾ കട്ട് വർക്ക് പാനൽ വരുമ്പോൾ കുറച്ചുകൂടി ഒരു സ്ലിം ഫിറ്റും തോന്നും. സ്റ്റിച്ച് ചെയ്യുമ്പം ഇങ്ങനെ ഹെവി പാനൽ പാറ്റേൺ ആയതുകൊണ്ട് 1380 പ്രൈസ് റേഞ്ച്. ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലേ, ലൈറ്റ് ബ്ലൂ, അതുപോലെ ഇത് ഗ്രീൻ ആണ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. വളരെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടിൽ വന്നിട്ട് കുറച്ചും കൂടെ മുന്നേ കണ്ടതിലെല്ലാം എംബ്രോയിഡറി ആയിരുന്നു. ഇതിൽ വരുമ്പം കട്ട് വർക്ക് ഡിസൈൻ ആണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അതായത് ഇടയ്ക്കുള്ളതും കട്ട് വർക്ക് ഡിസൈൻ ആണ്. ബോർഡേഴ്സിലും കട്ട് വർക്ക് എംബ്രോയിഡറി, അതും 2 ബോർഡേഴ്സിലും കട്ട് വർക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. സെൽഫ് ടോണിൽ തന്നെയാണ് ഫുള്ളി വർക്ക് വന്നിരിക്കുന്നത്. വിത്ത് സാൻഡൂൺ ബോട്ടം. ഇത്രയും കളർ ഷെയ്ഡ്സേ വരുന്നുള്ളൂ. 1380 1380 ആണ് പ്രൈസ് റേഞ്ച്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.